friends, welcome back to my channel, your online teacher. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി, പ്രോബ്ലം നോക്കി, കർവ് നോക്കി, എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കി, എല്ലാം നോക്കിയില്ലേ. അപ്പോൾ നാളെ നമുക്ക് എക്സാം ആണ്. അപ്പോൾ നാളത്തെ എക്സാമിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് അറിയാവുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ബട്ട് ആരും ശ്രദ്ധിക്കാറില്ല. ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്നു. ഓക്കെ, 5 മാർക്കിൻ്റെ ഒരു ചോദ്യം നിങ്ങളോട് വന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫംഗ്ഷൻ എഴുതാനാണ്. പക്ഷെ നിങ്ങൾക്കത് അറിയില്ല. 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് വിചാരിക്കാം. നിങ്ങളത് എഴുതിയില്ല. ഓക്കെ, എഴുതിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ എഴുതി, വേറൊരു ക്വസ്റ്റ്യൻ വന്നു, അത് എഴുതിയില്ല, അറിയില്ല, അങ്ങനെ വിട്ട് കളഞ്ഞു. അപ്പോൾ വിട്ട് കളഞ്ഞാൽ ഇത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ 0 മാർക്കാണ്. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം. എഴുതാത്ത ചോദ്യത്തിന് 0 മാർക്കുള്ളൂ. അതേസമയം കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷെ നിങ്ങൾ പറയാൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നോർമലി ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും, ദെൻ ലോൺ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിനെ പറ്റിയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, ഇന്ന ബാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ബാങ്കിൻ്റെ പേര്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ ഇത് 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ അവിടെ 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യന് ഇതേപോലെ 2 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. വേറൊരു ക്വസ്റ്റ്യന് ഇതേപോലെ 3 മാർക്ക് കിട്ടി. അപ്പോൾ മൊത്തം എത്ര മാർക്ക് നമുക്ക് അങ്ങനെ കിട്ടി? 7 മാർക്ക് കിട്ടി. ഈ 7 മാർക്ക് നിങ്ങൾ പാസ്സാണോ ഫെയിലാണോ, നിങ്ങൾക്ക് A+ ഉണ്ടോ A ആണോ, ഇതിനൊക്കെ തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ വിട്ട് കളിയല്ല ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എന്തെങ്കിലും എഴുതി വെക്കാം കേട്ടോ. എന്തെങ്കിലും എഴുതി വെക്കുക. ആരും നിങ്ങളോടൊന്നും ചോദിക്കില്ല, എന്തിനാ മോനെ നീ അത് എഴുതിയേ എന്ന് ചോദിക്കില്ല. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും എഴുതി വെക്കണം. ദെൻ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണോ എന്നുള്ളതാണ്. ഓർ ക്വസ്റ്റ്യൻസ്, എല്ലാ ഓർ ക്വസ്റ്റ്യൻസും പോയി അറ്റൻഡ് ചെയ്യേണ്ട. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കാണ്, അതായത് 8 മാർക്കിന് ചോദ്യം വന്നേക്കാണ്. 8 മാർക്കിന് നോർമലി എങ്ങനെ നമുക്ക് ചോദിക്കാറ്? 8 മാർക്കിന് നമുക്കൊരു 3 ചോദ്യം തന്നിട്ട് ഏതെങ്കിലും 2 എഴുതാനോ ചോദിക്കാറ്. അപ്പോൾ ആ 2 നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എഴുതിയിട്ട്, 8 മാർക്കിന് 2 എഴുതിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ 3ാമത്തേത് കൂടി എഴുതി വയ്ക്കുക. സമയം വേണം കേട്ടോ. അപ്പോൾ 3ാമത്തേത് കൂടി എഴുതി വയ്ക്കുക. 3ാമത്തേത് കൂടി എഴുതുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടുള്ള ആ 3 ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 അപ്പോൾ മാർക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഓർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ദെൻ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എല്ലാവരും ചെയ്യുന്ന ഒരു പണിയാണ് പ്രോബ്ലം അല്ലേ, അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രോബ്ലം എഴുതില്ല, തിയറി എഴുതി വയ്ക്കും. തിയറി നമ്മൾ വാരി വലിച്ച് എന്തുമാത്രം എഴുതിയാലാ. അതേസമയം 4 മാർക്കിന് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റിൽ ആ ക്വസ്റ്റ്യൻ എഴുതി തീരുകയും ചെയ്യും. ആൻസർ കറക്റ്റ് ആണെങ്കിൽ അവിടെ 4 മാർക്ക് കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക കൂടുതലും. തിയറി അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും പ്രോബ്ലം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാം. പിന്നെ നിങ്ങൾ 4ാമത് ചെയ്യേണ്ട കാര്യം, മാർക്കിനുള്ളത് എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്നു. ഓക്കെ, 2 മാർക്കിന് ഫങ്ഷൻസ് ഓഫ് മണിയാണ് ചോദിച്ചതെന്ന് വിചാരിക്കാം. ഫങ്ഷൻസ് ഓഫ് മണിയുടെ ഫങ്ഷൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും അത് അല്ലേ. എന്തെയാണ് നിങ്ങൾ ആ 5 പോയിന്റ് ഇരുന്ന് വാരി വലിച്ച് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എഴുതി വയ്ക്കുക. എത്ര മാർക്ക് കിട്ടും അപ്പോൾ എഴുതിയാൽ? അങ്ങനെ എഴുതിയാലും അവിടെ നമുക്ക് 2 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരുപാട് സമയം കളയരുത്, കുറച്ച് എഴുതിയാൽ മതി. വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതിയിട്ട് ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എഴുതാം. ഓർഡറിൽ എഴുതണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം കേട്ടോ. ആദ്യം 5ാമത്തെ എഴുതി, പിന്നെ 10ാമത്തെ എഴുതി, പിന്നെ 20ാമത്തെ എഴുതി, അങ്ങനെ എഴുതിച്ച ഒരു കുഴപ്പമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം. ഏത് ഡൗട്ടാ? ക്വസ്റ്റ്യനിലെ ഡൗട്ടല്ല, ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഡൗട്ടല്ല. ഇപ്പോൾ എനിക്ക് ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്, ആൻസർ ഷീറ്റിൽ ക്വസ്റ്റ്യൻ കോഡ് എഴുതിയില്ല, രജിസ്റ്റർ നമ്പർ മാറിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കരുത്. ഓക്കെ, മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കരുത്. പിന്നെ നമ്മളതങ്ങനെ ഓർത്തോർത്ത് ആകെ പിന്നെ റിസൾട്ട് വരും വരെ നമുക്ക് ടെൻഷനായിരിക്കും. എന്തെങ്കിലും ആൻസർ ഷീറ്റിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറെ വിളിച്ച് കാണിച്ചിട്ട് മിസ് ഇങ്ങനെ ആയിപ്പോയി, കുഴപ്പമുണ്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എന്ന് കരുതി ഒരു ടീച്ചറും ചീത്ത പറയൊന്നുമില്ല, ചോദിക്കുക. പിന്നെ
നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ടീച്ചർ നിങ്ങളുടെ ഹോളിലുണ്ടെങ്കിൽ, ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ടീച്ചറാണ് നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ അതിൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഒരു ചോദ്യം നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിച്ചതാണ്, അത് കിട്ടുന്നില്ല, അതിൻ്റെ തുടക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എവിടെയോ സ്റ്റക്കായി പോയെങ്കിൽ നൈസായിട്ട് ആ ടീച്ചറെ വിളിച്ചോന്ന് ചോദിച്ചു നോക്കാം. ഓരോ ടീച്ചേഴ്സിൻ്റെ അനുസരിച്ചായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രം ആ ടീച്ചറെ വിളിച്ചിട്ട് മിസ് ഇത് ഞാൻ മറന്നുപോയത്, ഞാൻ ഒരുപാട് പഠിച്ചതായിരുന്നു, ഒന്ന് ഇതിൻ്റെ തുടക്കം പറഞ്ഞു തരുമോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. ചിലപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നാളത്തെ എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.